ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പൊന്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ബേസിൽ ജോസഫ്, അതേപോലെ തന്നെ സജിൻ ഗോപു. ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല, എന്നാലും റിവ്യൂ പറയാൻ പോവാം. എൻ്റെ സ്വന്തം റിവ്യൂ അല്ല, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പല റിവ്യൂവേഴ്സും എനിക്ക് ഫേവറായിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പടം കാണാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ ഒപ്പീനിയൻ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അവരുടെ ഒരു വെർഡിക്റ്റ് മാച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊന്ന് കേട്ട് നോക്കൂ കേട്ടോ. എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ അപ്പോൾ നിങ്ങൾക്ക് കിട്ടും, ഞാൻ റിവ്യൂ പറയുന്നതിനേക്കാളും നല്ലതായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളാണ് നമ്മുടെ ഉണ്ണി വ്ളോഗ്സ്. ആള് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഉണ്ണി വ്ളോഗ്സ് നിങ്ങൾക്കറിയാലോ, പോസിറ്റീവ് തിങ്സ് പറയും, നെഗറ്റീവ് തിങ്സ് പറയും. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്സും എന്താണെന്നാണ് പറയുക. ആദ്യം തന്നെ പുള്ളി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ത്രീധനം റിലേറ്റഡ് ആയിട്ടുള്ള കഥയാണ്. കൊല്ലം തിരുവനന്തപുരം ഏരിയയിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ബേസിൽസിൻ്റെ ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽസിൻ്റെ ഇൻറ്റൻസ് ഇമോഷൻ സീൻസ് വളരെയധികം കണക്റ്റ് ആയി എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. പിന്നെ സജിൻ ഗോപു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് നോട്ട് എന്താ പറയുക, സാധാരണ അദ്ദേഹം ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടല്ല ഇതിനകത്ത് വന്നിട്ടുള്ളത്. വെരി ഡിഫറെൻ്റ് ക്യാരക്ടറായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറിയാനോ, ഇങ്ങനെ ഫുട്ബോൾ താരങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേരാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നുണ്ട്, ചില പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിലിൻ്റെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറൊന്നുമല്ല. ബേസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു നോർമൽ രീതിയിലുള്ള ക്യാരക്ടറൊക്കെയാണ്, പക്ഷേ ഇതിനെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുള്ള ബേസിലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലിജോ മോള് ആ ക്യാരക്ടർ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദ് മാധവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കുറിച്ചിട്ട് അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് അതിന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് ഉണ്ണി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഡയലോഗ് ഡെലിവറി ഭയങ്കര എന്താ പറയുക, പ്രതീക്ഷിച്ചത്ര പോലെ നന്നായിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് രണ്ട് അമ്മമാർ വരുന്നുണ്ട്, ജയ കുമാരിയും സന്ധ്യ രാജേന്ദ്രനും. ഇവർ രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BGM അതേപോലെ മ്യൂസിക് ജസ്റ്റിൻ വർഗീസാണ്, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല, വേറെ ലെവലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷ്വൽസ് അടിപൊളിയാണ്. VFX മാത്രം പുള്ളിക്ക് കുറച്ച് പ്രശ്നമുള്ളതായിട്ട് തോന്നി, പക്ഷേ അതൊന്നും പരിഗണിക്കേണ്ട കാര്യമില്ല ഈ സിനിമ വെച്ച് നോക്കുമ്പോൾ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് വില്ലേജും അവിടുത്തെ കൾച്ചറും അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് അവർ നരേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ പുള്ളി പറഞ്ഞിട്ടുള്ളത് ഒരു ഇമോഷണൽ കണക്റ്റാണ്. ഒരു വീട്ടിലൊരു കല്യാണം റെഡിയാകുമ്പോൾ ഒക്കെ വീട്ടുകാരുടെയും മറ്റുള്ളവരുടെയൊക്കെ ഇമോഷണൽ കണക്ട്സ് ആണ് ഇതിനകത്ത് കൂടുതലായിട്ട് പ്രതിപാദിച്ചു പോന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹ്യൂമർ ഉണ്ട്. ബേസിൽ ജോസഫിൻ്റെ സാധാരണ ഒരു കോമഡി ഒന്നും ആരും പ്രതീക്ഷിച്ച് പോകേണ്ട, വളരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോമഡി ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ ബേസിൽ കുറച്ച് ഹൈപ്പർ ഇമോഷൻസും ഭയങ്കരമായിട്ട് തകർക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്തിനാണെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായില്ല. അപ്പോൾ അത് സെക്കൻഡ് ഹാഫിൽ അത് കണക്റ്റ് ആയപ്പോൾ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയി. പിന്നെ ടെയിൽ എൻഡ് കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ക്രിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിൽ മനസ്സിലാവാത്ത ആൾക്കാർക്ക് അത് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഓവറോൾ നല്ല പടം എന്നാണ് പറഞ്ഞിട്ടത്. പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും പോയി കാണണം എന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നീങ്ങി പോകുന്നത്, ഉണ്ണി വ്ളോഗ്സ് പറയുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട ഒരു വ്ളോഗറാണ് ഷസാം. റിവ്യൂവർ എന്ന് പറയുമ്പോൾ വ്ളോഗറിനേക്കാളും കൂടുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയുന്ന ഒരു റിവ്യൂവറായിട്ടാണ്. അദ്ദേഹം ഫോണിൻ്റെ പല കാര്യങ്ങളും അതൊക്കെ പുള്ളി അവിടെ ഇടുന്നുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തെ ഒരു റിവ്യൂവറായിട്ട് പറയാനാണ് ഇഷ്ടം. അപ്പോൾ പുള്ളി ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, നൈസ് പടം, എനിക്കൊത്തിരി ഇഷ്ടമായി, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കൊള്ളാം എല്ലാം ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പടം കൊണ്ടുപോകുന്നത് ബേസിൽ അത് തന്നെയാണെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലിജോ വളരെ നൈസായിരുന്നു. പിന്നെ അതിലെ ഓരോ കഥാപാത്രങ്ങൾ നന്നായിരുന്നു എന്ന് പറയുന്നു. പുള്ളിയുടെ ഭാഗത്തുനിന്ന് നെഗറ്റീവ് ഒന്നും പുള്ളി പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറയുക, GR നെന്തുഗോപൻ എന്ന് പറയുന്ന ഒരാളുടെ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് കഥ. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ഡയലോഗ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. സിമ്പിൾ ആൻഡ് ഹംബിൾ പടം, വെരി അടിപൊളി എന്നാണ് പറഞ്ഞത്. പിന്നെ ബേസിൽ ജോസഫിനെ കുറിച്ചിട്ട് പുള്ളി ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയും ബേസിൽ ജോസഫായിട്ട് കണക്ട് ചെയ്ത് ബേസിൽ ജോസഫിൻ്റെ ചിരി പോലെ നല്ലതാണ് ഈ സിനിമ എന്നാണ് ഷസാം പറഞ്ഞിട്ടുള്ളത്. ലൈക്ക്
ബേസിക് ഒരു നോർമൽ സിനിമയാണ്. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ ഞാൻ പ്രേക്ഷകരുടെ, അതായത് തിയേറ്റർ റെസ്പോൺസ് കുറച്ച് നോക്കിയായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമാണെന്ന് പറയുന്നു. ബേസിൽ സ്റ്റൈൽ അടിപൊളിയാണ്, ഫാമിലി ആയിട്ട് അടിപൊളിയാണ്, മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്, പെർഫോമൻസ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല പടം എന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാം കിടുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റ് ഒരാൾ പറഞ്ഞിട്ടുള്ളത് സജിൻ്റെയും ബേസലിൻ്റെയും കോംബോ അടിപൊളിയെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഹിറ്റ് ആയിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ പടം കണ്ടിട്ടുള്ള നിങ്ങൾ എന്താണെന്നുള്ളത് പറയാം. ഞാൻ പടം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് വീണ്ടും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ബൈ.